രാജു ആണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ആ ഫയലും ലെറ്ററും കൂടി ഒരുമിച്ച് അയാളുടെ കയ്യിൽ കൊടുത്ത്. ആ കത്ത് പിടിച്ചു വെച്ച് അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവനോട് പോവാൻ പറ. ഇതെന്താ ഓഫീസ് സ്റ്റാഫൊക്കെ MD-യുടെ ക്യാബിനിൽ വന്ന് നിൽക്കുന്നേ? ഇതൊന്നും ശരിയല്ല. പോയേ പോയേ. ഋതിക എന്റെ പെർമിഷനോടെ എവിടെ നിൽക്കുന്നത്? ഞാൻ വിളിച്ചിട്ട് ഋതിക ഇങ്ങോട്ട് വന്നത് തന്നെ. യു ഡോണ്ട് വെറി രാജു. ഏട്ടൻ ഒരൽപ്പം റഫായി പെരുമാറിപ്പോയതിന് ഞാൻ സോറി പറയുന്നു. ദാറ്റ്സ് ഓക്കെ. ഏട്ടൻ രാജുവിനെ പോലെയല്ല. പറയേണ്ട കാര്യങ്ങൾ വളരെ പരുഷമായി പറഞ്ഞു കളയും. പരുഷമായിട്ട് പറയാനേ എനിക്കും വളരെ നന്നായിട്ട് അറിയാം. എന്നെപ്പറ്റി അവന് ശരിക്കും അറിയാഞ്ഞിട്ടാ. ദേ രാജു, നിങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് പരിഹരിക്കണം. നിങ്ങൾ തമ്മിൽ ശരിക്കും ബ്രദേഴ്സിനെ പോലെ മുൻപോട്ട് പോകണം. അല്ലെങ്കിൽ വിഷമിക്കുന്നത് മറ്റു രണ്ടുപേരായിരിക്കും, ഞാനും അച്ഛനും. ഓക്കെ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇവള് പോകുന്നില്ലേ? ഇവളല്ല റോഷ്നി, ഋതിക. ഓഫീസ് സ്റ്റാഫിനെ ഇവളെന്നും എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് തെറ്റാണെന്ന് റോഷ്നി തന്നെയല്ലേ പറയാറ്? ശരിയാണല്ലോ. സോറി രാജു. ഋതു, എന്റെ കാര്യങ്ങളോർത്ത് ഋതു ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. രാജു, ഞാൻ ടെൻഷനാവുന്നത് അതുകൊണ്ട് മാത്രമല്ല. ഞാൻ രാജുവിന് എഴുതിയ ലെറ്റർ അവര് അച്ഛൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കുമോ? ഹേയ്, അതൊന്നുമില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ കാര്യം നീ മറന്നേക്ക്. ഋതു ചെല്ല്. ശരി. ഒരു കുപ്പി വെള്ളം. ശരി. ഹലോ വർമ്മ സാറേ, സാറിന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു.